ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമ്പോൾ മത്സ്യബന്ധന മേഖല അനുഭവിക്കുന്ന ഇത്തവണ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കണ്ടെയ്നർ കടലിൽ വീണതോടുകൂടെ അതിൽ നിന്നും പുറത്തേക്ക് വന്ന വസ്തുക്കൾ കയറിയും ഒപ്പം തന്നെ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങൾ പ്രൊപ്പല്ലർ അടിച്ചൊക്കെ അത് നശിക്കുന്നതും. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശക്തികുളങ്ങര ഹാർബറിൽ കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയി തിരികെ വന്ന ഒരു ബോട്ടിലെ വലയ്ക്ക് പറ്റിയൊരവസ്ഥയാണ്. അതായത് കണ്ടെയ്നറിൽ നിന്നും കടലിലേക്ക് വീണ പഞ്ഞി ഈ വല മൊത്തം അതാണിപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനി വീണ്ടും ഉപയോഗിക്കാൻ, അതായത് ഇതിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അതിനി വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിൽ മത്സ്യബന്ധനത്തിന് മീൻ പിടിക്കുന്നതിന് വേണ്ടി വല ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്ത് കാര്യം, ഇതിന് ഏകദേശം 1.5 ലക്ഷം രൂപയോളം വില വരുന്ന വലയിലാണ് ഇത്തരത്തിൽ ഈ പഞ്ഞി കയറി അത് പൂർണ്ണമായി നശിച്ചിരിക്കുന്നത്. ആ 1.5 ലക്ഷം മാത്രമല്ല, ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ആളുകളുടെ അധ്വാനം ഉൾപ്പെടെയാണ് വെറുതെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പരാതി. പീട്ടേട്ടാ, എന്താണ് ഇങ്ങനെയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അല്ല, ഇതിപ്പം നിരവധി ബോട്ടുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പുറത്ത് ഹാർബറുകൾ അവിടെ എല്ലാം മാറ്റി ഇറക്കിയിട്ടുണ്ട്. എൻ്റെ തന്നെ വ്യത്യാസം എന്ന് പറഞ്ഞൊരു ബോട്ടിൽ ഇതുപോലെ പൂർണ്ണമായിട്ട് നശിച്ചു പോയി. ഇപ്പോൾ ഈ വലയ്ക്ക് മാത്രം ഏകദേശം 1.25 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അതോട് അനുബന്ധിച്ച് ഇതിനകത്ത് പെടുന്ന യന്ത്ര സാമഗ്രികൾക്ക് പോലും ഇത് ഈ ലോഡ് വരുമ്പോഴത്തേക്ക് കേടുപറ്റുന്നുണ്ട്, പ്രൊപ്പല്ലർ നശിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ഈ മത്സ്യബന്ധന യാനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ് ഇതുള്ളത്. കപ്പൽ മുങ്ങിയതോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രശ്നം. കടലിൽ നമുക്ക് ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയതിന് ശേഷം ധൈര്യത്തോടുകൂടി വല വലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ വലിച്ചാലും അപകടം സംഭവിക്കുകയാണ്. കണ്ടെയ്നർ കയറി വല മുറിഞ്ഞു പോകുന്നു, അത് റോപ്പും ബോർഡും വലയും പോകുന്നു. അത് തന്നെ ഏകദേശം 10 ലക്ഷം രൂപയ്ക്കുള്ള നഷ്ടം വരുന്ന ബോട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലേ നമുക്ക് ഇപ്പോൾ ഒരു ഭീഷണിയായിരിക്കുകയാണ്. കടലിൽ വല വലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയമായിരിക്കുകയാണ്. കടലിൽ വല വലിച്ചാലേ ഇപ്പം മത്സ്യമല്ല കിട്ടുന്നത്, ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായും ഈ കടലിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധന സാമഗ്രികൾ മാറ്റം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവർ ശക്തമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും പട്ടിണിയിലായി പോകും. ഈ സംഭവിച്ച നഷ്ടങ്ങൾക്കെല്ലാം അത് വിലയിരുത്തിക്കൊണ്ട് അതിന് ശരിയായ രീതിയിലുള്ള നഷ്ടപരിഹാരം ഇത് നഷ്ടം സംഭവിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട കപ്പൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിയും ഇതിനകത്ത് ക്ലെയിം ചെയ്യണം. നിലവിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കപ്പൽ കമ്പനിക്കെതിരെ സർക്കാർ ഇതുവരെയും കേസ് കൊടുത്തിട്ടില്ല. ഇനി ഇൻഷുറൻസ് കമ്പനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് തരുന്ന ക്ലെയിം നമുക്ക് മതിയാകുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെയാണ് അതിന് പ്രതികൂട്ട് നിർത്താൻ കഴിയുന്നത്? അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കപ്പൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാർ മാറരുത്. സർക്കാർ നേതൃത്വത്തിൽ അവർക്കെതിരെ കേസ് കൊടുത്ത് ഈ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്ന ക്ലെയിം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പൽ കമ്പനിയെ ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്. മത്സ്യബന്ധന മേഖല പാടെ തകർന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ന് മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുകയാണ്. അപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകും. ഞങ്ങൾക്ക് ഈ നിരോധനത്തിന് മുമ്പുള്ള കാലയളവാണ് നമ്മുടെ മേഖലയ്ക്ക് എന്തെങ്കിലും കരുതലുണ്ടാകുന്നത്. ആ കാലയളവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് നമുക്ക് 52 ദിവസം ഇപ്പോൾ നിരോധനം വന്നിരിക്കുകയാണ്. യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബലിയാടുകളായിട്ടുള്ളത്. കാരണം ഇനി 52 ദിവസത്തെ നിരോധനം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ മേഖല പട്ടിണിയിലാണ്. ഈ മേഖലയ്ക്ക് വന്ന നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ അവസാനം വരുന്ന 10 ദിവസം ട്രോളിംഗ് നിരോധനം പിൻവലിച്ച് ഇളവ് അനുവദിച്ച് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയെ പോകാൻ അനുവദിക്കണമെന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതല്ലാതെ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ വേറെ വഴിയില്ല. ഈ നിരവധിയായിട്ടുള്ള നേരത്തെ ഈ മീനിൻ്റെ ലഭ്യതയായിരുന്നു ഒരു പ്രധാന പ്രശ്നമെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി ഈ കപ്പൽ മുങ്ങിയതോടുകൂടെ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടെ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് ഈ മത്സ്യബന്ധന മേഖല എത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം അതായത് കൃത്യമായി പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ കൂടെ കേട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.